കോഴിക്കോട് വാണിമേലിൽ വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ്. വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിലെ +2 വിദ്യാർത്ഥിക്ക് നേരെയാണ് 6ഓളം നായകൾ പാഞ്ഞെടുത്തത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിൽ ലഭിച്ചു. ദൃശ്യങ്ങൾ കാണാം. അഭിന പി ചിറക്കൽ ചേരുന്നു കോഴിക്കോട് നിന്ന്. അഭിന, ഈ തെരുവുനായ ആക്രമണം എന്നുള്ളത് നമ്മൾ ദിവസവും ഇപ്പോൾ കേട്ടുവരികയാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആക്രമണം സംസ്ഥാനത്തെങ്ങും ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സർക്കാരും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ധ്യംകരണം പോലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു പോരുന്നുണ്ട് എന്നുള്ളത് നഗരസഭയടക്കം കോർപ്പറേഷനുകളടക്കമൊക്കെ പറഞ്ഞു പോരുന്ന ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള തെരുവുനായ ആക്രമണം കൂടുന്നത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നില്ലേ സംസ്ഥാനത്ത്? തീർച്ചയായും കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണകൂടം കൃത്യമായ ഒരു ഇടപെടൽ ഇതിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് തെളിവാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ കോഴിക്കോട് പലയിടങ്ങളിലായി, നഗരത്തിന്റെ തന്നെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാം, മാവൂർ റോഡിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കോളേജിന് സമീപത്ത് വെച്ചും നിരവധി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു തെരുവുനായ ആക്രമണം മൂലം. പക്ഷേ എങ്കിൽ പോലും കൃത്യമായൊരു നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിരവധി ആരോപണങ്ങൾ ഇതിനോടകം തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും കൃത്യമായൊരു നടപടി എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ കൗൺസിലടക്കം ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് യാതൊരു വിധത്തിലുള്ള മുൻകരുതലുകളോ അല്ലെങ്കിൽ ഒരു നടപടികളോ ഒന്നും തന്നെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിവാക്കുന്നത് തന്നെയാണ് ഈ ഒരു CCTV ദൃശ്യങ്ങളടക്കം. ഇന്ന് രാവിലെ വാണിന്മേലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. +2 വിദ്യാർത്ഥിനിയാണ്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥിനി നടന്നു വരുന്ന വഴിക്ക് അല്പം അകലെയാണ് ഈ ഒരു നായ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഈ ഒരു നായകൾ, 6ഓളം നായകൾ ഈ വിദ്യാർത്ഥിനിയുടെ പുറകിലൂടെ ഈ വിദ്യാർത്ഥിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥിനിയുടെ ഒപ്പം എത്തുന്നത്. പിന്നീട് ഈ പെൺകുട്ടിയും വലിയ രീതിയിൽ ഒച്ച വെക്കുകയും ഈ ശബ്ദം നാട്ടുകാരെല്ലാം കേൾക്കുന്നുണ്ട്. തുടർന്ന് നാട്ടുകാരും മറ്റൊരു ഭാഗത്ത് ബഹളം വെക്കുകയും പിന്നീട് ഈ പെൺകുട്ടി തന്നെ നിലത്ത് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ അത്ഭുതകരമായി തന്നെയാണ് ഈ വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥിനി അത്രമേൽ പേടിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ ഒരു നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെയും ബഹളം കേട്ടാണ് പിന്നീട് ഈ 6ഓളം നായകൾ തിരിഞ്ഞു ഓടിയത് എന്നുള്ളതാണ്. പക്ഷേ ഈ നായകൾ ഇനി മറ്റാരെങ്കിലും കടിക്കാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ടുന്ന നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും കൃത്യമായി വേണം എന്നുള്ളതാണ് ഇതിനോടകം തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെല്ലാം തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഏറെ കൂടുതലും കുട്ടികൾക്ക് നേരെയാണ് ഇത്തരത്തിൽ തെരുവുനായകൾ ആക്രമണവുമായി അല്ലെങ്കിൽ ആക്രമിക്കുന്നത്. കുട്ടികൾക്ക് നേരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാളിദാസ്. ശരി, അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.